ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഒരുപാട് ആളുകൾ നമ്മളോട് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അവരുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചാനലിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന വല്ല കാര്യവുമാണ് എന്ന് പലരും വിളിച്ച് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സംശയമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അലൂസുമുണ്ടല്ലേ? അലൂസുമുണ്ടല്ലേ? പക്ഷെ ഇപ്പം തീരുട്ടാ. അപ്പോൾ നമ്മൾ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ളൊരു നോട്ടിഫിക്കേഷനാണ് നമുക്ക് കാണാൻ കഴിയുക. എ ബഗ് മേ ഹാവ് ഇമ്പാക്റ്റഡ് സം ഓഫ് യുവർ വീഡിയോ ഡിസ്ക്രിപ്ഷൻസ് ഫോർ വീഡിയോസ് ദാറ്റ് യു എഡിറ്റഡ് ഫ്രം 14 to 16th May. പ്ലീസ് ചെക്ക് യുവർ വീഡിയോ ഡിസ്ക്രിപ്ഷൻസ് ടു എൻഷുർ ദാറ്റ് ദേ ആർ ഇൻ യുവർ ഇൻറ്റൻഡഡ് സ്റ്റേറ്റ് എന്നുള്ളത്. അതായത് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നൊരു ബഗ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മെയ് 16 മുതൽ 17 വരെ ചെയ്ത വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നമ്മളോടൊന്ന് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് എഡിറ്റ് ചെയ്ത് വീണ്ടും സേവ് ചെയ്യാൻ പറയുന്നു. കാരണം യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് ആ ദിവസങ്ങളിൽ ചെയ്ത വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എറർ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ കൊടുത്ത രീതിയിലായിരിക്കില്ല സേവ് ആയിട്ടുണ്ടാവുക, അതല്ലെങ്കിൽ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ സേവ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മെയ് 14, 15, 16 ഡേറ്റുകളിൽ ഈ 3 ദിവസങ്ങളിൽ നിങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഷോർട്സ് ആയിക്കോട്ടെ ലോങ് വീഡിയോ ആയിക്കോട്ടെ, നിങ്ങൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ തന്നെ ആക്യുറേറ്റ് ആയിട്ടല്ലേ സേവ് ആയിട്ടുള്ളത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാനാണ് യൂട്യൂബ് പറയുന്നത്. കാരണം അവർ ഒഫീഷ്യലി സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൽ എറർ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ നോട്ടിഫിക്കേഷനായിട്ട് യൂട്യൂബ് പറയുന്നത്. അപ്പോൾ ഇതിനു മുന്നേയും സാധാരണ യൂട്യൂബിൽ എന്തെങ്കിലും ഇതുപോലെയുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മളെ ഒഫീഷ്യലി അറിയിക്കാറുണ്ട്. അങ്ങനെ അറിയിച്ച ഒരു നോട്ടിഫിക്കേഷനാണ് ഇത്. അപ്പോൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ കണ്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ജസ്റ്റ് നിങ്ങളോട് YT സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ചെയ്ത്, അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാൻ മാത്രമാണ് യൂട്യൂബ് പറയുന്നത്. അത് തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിൽ മിസ്റ്റേക്ക് വരണം എന്നില്ല. ഒരുപാട് പേർക്ക് അത് വന്നതുകൊണ്ട് യൂട്യൂബ് അത് സ്ഥിരീകരിച്ചത് കൊണ്ടും നമ്മളോടൊന്ന് ജസ്റ്റ് പറഞ്ഞതാണ്. ഒരുപാട് പേര് ഇത് സ്ക്രീൻഷോട്ട് അയച്ച് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇതൊരു കണ്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പം യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.